അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഷാർപ്നെസ്സിനെ കുറിച്ച് ചില സംശയങ്ങൾ വരും. അതായത് ഇപ്പോൾ ഈ വിഷയം ആദ്യം നിയമസഭയിൽ അടക്കം ഉയർത്തിയത് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ്. പക്ഷേ എന്തുണ്ടായി, അന്ന് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ പക്ഷെ ഒരല്പം ആ ഷാർപ്നെസ് ഒരല്പം മാറിപ്പോയി. അതിൻ്റെ പേരിൽ കുറേ കാലം അതിൽ നിന്ന് CPM-ന് അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ മാറി നിൽക്കാൻ കഴിഞ്ഞു. ഇപ്പം ഇന്നലെയും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ കുറേ ആരോപണം ഉന്നയിച്ചില്ലേ, ഇതൊക്കെ മാധ്യമങ്ങൾ എത്ര കാലമായി ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ വളരെ പ്രിയപ്പെട്ട ആളല്ലേ എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയത് ഒരു പക്ഷേ ഈ വിഷയത്തിൽ ആക്രമണത്തിൻ്റെ മുന കറക്റ്റ് ആയിരുന്നില്ല എന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല കാണേണ്ടത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇടത് സഹയാത്രികനെന്ന് കേരളം അറിയുന്ന ശ്രീ പ്രേംകുമാർ അടക്കം എടുത്തിട്ടുള്ള ഒരു 4 ചുവട് പുറകോട്ട് വയ്ക്കുന്ന സമീപനമുണ്ടല്ലോ, അതിപ്പോൾ ഉണ്ടായതാണ്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. CPM അവരുടെ ആസ്ഥാനമായി AKG സെന്റർ, ഞാൻ ഒരിക്കലും അതല്ലാത്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല. ശരി, അദ്ദേഹം പറഞ്ഞോട്ടെ. നിങ്ങൾ ഉപദ്രവിക്കാതെ, നമ്മൾ മര്യാദയ്ക്ക് ചർച്ച പോവല്ലേ. ഞാൻ ചോദിക്കുന്നത്, CPM പ്രവർത്തകരോ നേതാക്കളോ എന്തുകൊണ്ടാവും വീണ വിജയൻ്റെ അഡ്രസ്സ് AKG സെൻറ്റർ എന്നാക്കിയത് എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ബോധമില്ലായ്മ അല്ലെ ബോധം കൂടുതൽ കുറവ്, ആ സമയത്തെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി സഖാവ് ചിന്തിച്ചിട്ടുണ്ടോ? പ്രേംകുമാർ ഇപ്പോഴും താങ്കൾ പറഞ്ഞു വെക്കുന്നത് അവസാനം വരുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള വാക്കുകളാണ് താങ്കൾ പ്രയോഗിക്കുന്നത്. പുറമേ പറയുന്നു ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നൊരു വശത്ത് പറയുകയും അതിനുശേഷം ന്യായീകരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പോലും പറയുന്നില്ല. അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയുന്ന മറുവാദങ്ങൾ ഉയർത്താനാണ് സംസാരത്തിനിടയിൽ ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വീണ വിജയൻ ഒരു കമ്പനി തുടങ്ങുന്നതിന് ഞങ്ങളാരും എതിർത്തിട്ടില്ല. വീണ വിജയൻ ഏതെങ്കിലും കമ്പനിക്ക് സേവനം ചെയ്യുന്നതിന് ഞങ്ങളാരും എതിർത്തിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷത്തെ ഇന്നത്തെ ഭരണപക്ഷത്തെ ഇരിക്കുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമല്ല. ഇത് കമ്പനി നിയമം അനുസരിച്ച് നടക്കേണ്ട കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് SFIയുടെ അന്വേഷണം വന്നത്. ആ അന്വേഷണത്തിൻ്റെ പരിശോധനകളിൽ ഒരു ജോലിയും ചെയ്യാതെ പണം മേടിച്ചു എന്ന് വരുന്നു. പല ആളുകൾ പണം മേടിച്ചിട്ടുണ്ടാവും. അതിൽ കോൺഗ്രസ്സുകാരുണ്ടോ? അന്വേഷിച്ചോട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടോ? അന്വേഷിക്കണമെന്നേ, അന്വേഷിച്ചോട്ടെ. ഇവിടുത്തെ പ്രശ്നം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ, അതിനു മുമ്പ് വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, CJ ഉപയോഗിച്ച് വാക്ക് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകൾ, അതും AKG സെൻറ്ററാണ് അഡ്രസ്സ് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പാർട്ടി ആസ്ഥാനം അഡ്രസ്സാക്കി വെച്ചുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ കൂലി വാങ്ങിച്ചിട്ട് ഈ കാലം അത്രയും കമാന്നൊരക്ഷരം ഉരിയാടാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM-കാരനോ DYFI-കാരനോ SFI-കാരനോ ചർച്ചയിൽ വന്ന് പാർട്ടിയുടെ വക്താക്കളായി വരുന്ന ആരെങ്കിലും ഒരാൾ തയ്യാറായോ? അത് ശരിയല്ല, അത് പാർട്ടി പരിശോധിക്കണം എന്നെങ്കിലും പറയാനുള്ള ആർജവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ, ആർക്കും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പിണറായി വിജയനെ നാളെ രാവിലെ, നേരത്തെ ഞാൻ ഉപയോഗിച്ചു, നാളെ രാവിലെ തൂക്കിക്കൊല്ലും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക, അത്തരം നടപടിക്രമങ്ങൾ നടക്കട്ടെ. അതിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങട്ടെ. അല്ലാതെ കോൺഗ്രസ് ആണ് അതുകൊണ്ട് പിണറായി വിജയനെ നാളെ രാവിലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ ഞങ്ങൾക്ക് ഉറക്കം വരും, അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇത് വളരെ ക്ലവറായി, ഞാൻ ആലപ്പുഴയാണ്, കരിമണൽ സമരം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള സ്ഥലം ആലപ്പുഴയാണല്ലോ. 1000-1500-ലധികം ദിവസമായി അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് CPM-ൻ്റെ നേതാവായ ശ്രീ MA ബേബി ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ, UDF ഗവൺമെൻറ് ഇരുന്നപ്പോൾ കരിമണൽ ഖനനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ VM സുധീറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ സമരം സർവ്വ രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കം പങ്കെടുത്തു ഇല്ലേ? പിന്നീട് എവിടെ പോയി CPM-ൻ്റെ സമരങ്ങളിലെ സാന്നിധ്യം? എവിടെ പോയി? എന്തുകൊണ്ട് CPM നേതാക്കൾ ആ സമരങ്ങളിൽ നിന്ന് പിന്മാറി? എത്രയോ കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് കടൽ തിരമാലകൾ ഉയരുമ്പോൾ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഞെട്ടലോടുകൂടിയാണ് അവിടെ കിടക്കുന്നത് ഇല്ലേ? അവിടെ കയറ്റിക്കൊണ്ടുപോകുന്ന, അദ്ദേഹം ചോദിച്ചു, കരിമണൽ കർത്തായ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളൂ? ഉണ്ട്. ഉത്തരവാദിത്തപൂർവ്വം ഞാൻ പറയുകയാണ്, ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മണൽക്കടത്ത് ഇടപാടുകളിൽ അനധികൃതമായി കരിമണൽ കർത്തായ്ക്ക് ആവശ്യമായി അവിടുന്ന് മണ്ണ് കയറ്റിക്കൊണ്ടു പോകാൻ, കരിമണൽ കടത്തിക്കൊണ്ടു പോകാൻ എല്ലാ ഒത്താശയും പിണറായി വിജയൻ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യുപകാരം തന്നെയാണ് മകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത്. അതിനെന്താ തർക്കം? പിന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? കണ്ടെത്തിയിട്ടുണ്ടോ?
എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്ത? അന്വേഷിക്കേണ്ടവൻ കള്ളൻ കാവൽക്കാരനായാലും എന്ത് ചെയ്യും? കള്ളൻ കാവൽക്കാരനായാലും എന്ത് ചെയ്യും? അതാണ് ഇതിൻ്റെ പ്രശ്നം. ഹൈക്കോടതി മുമ്പാകെ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളിൽ കേസുണ്ടായിട്ടില്ല എങ്കിൽ പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പരാതികളിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ, രേഖകളിലെ തിരിമറികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കോടതി നടപടിക്രമങ്ങളിൽ കൃത്യമായി സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തതും അതിനുശേഷം നടന്നിട്ടുള്ള മറിമായങ്ങളും നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാവും ഒരു സർക്കാരിൻ്റെ ഇടപെടൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. കണക്കിനപ്പുറമുള്ള കരിമണൽ വാഹനങ്ങളിൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു ചെക്കിങ്ങുമില്ലാതെ, ഒരു പരിശോധനയുമില്ലാതെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ് അന്വേഷിക്കേണ്ടത്? ഒരു ജനകീയ സമരം ഉയർന്നു വരുമ്പോൾ, നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോൾ ആരാണ് അത് ശരിയായ ദിശയിലാണോ ഈ കരിമണൽ കടത്തിക്കൊണ്ട് പോകേണ്ടത് അന്വേഷിക്കേണ്ട ആളാണെന്ന്? അത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ആളാണ് അന്ന് പിണറായി വിജയൻ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ മകളാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കാവൽക്കാരൻ ആയി നിന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും മൊത്ത കാര്യങ്ങൾ പരിശോധിക്കുകയും അന്വേഷിക്കുകയും കേസെടുക്കുകയും ചെയ്യേണ്ട ആൾ ആ പറയുന്ന കള്ളക്കച്ചവടത്തിന് പങ്കാളിത്തം നൽകി അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് പ്രേംകുമാറിനെ പോലുള്ള ആളുകൾ പറയാ തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് വരട്ടെ. ഇനി തുടരന്വേഷണം വേണോ, പുനരന്വേഷണം വേണോ, അതൊക്കെ ഈ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ UDF ഗവൺമെൻറ് ആലോചിക്കും. അത്തരം കാര്യങ്ങൾ UDF ഗവൺമെൻറ് ആലോചിക്കുന്നേ. ഇവിടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബിക്കും അതുപോലെ ഇങ്ങ് താഴെ വരെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് തിരിച്ചറിവുണ്ടായല്ലോ. പക്ഷേ ആ പാവങ്ങൾ എന്ത് പിഴച്ചു? വർഷം 2 കഴിഞ്ഞാലും ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന ED ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യാൻ പോയ പാർട്ടി സഖാക്കൾ, അവരുടെ അവസ്ഥ എന്താ? നന്ദി എന്ന് പറയുന്നതിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ എന്തായാലും പിണറായി വിജയനെയും കുടുംബത്തെ സംരക്ഷിക്കാനാണല്ലോ ആ പാവങ്ങൾ, തിരിച്ചറിവില്ലാത്ത ആളുകൾ ആരെങ്കിലും പറഞ്ഞിട്ടാണല്ലോ ഈ പ്രക്ഷോഭത്തിന് പോയത്. ജയിലിൽ കിടക്കല്ലേ? ഒരു സമാശ്വാസത്തിന് ഒരു പാർട്ടി സഖാവിന് ആ ജയിലിൽ പോയി അവരെ ഒന്ന് കാണാമല്ലോ. അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ. എൻ്റെ പാർട്ടിക്കാരൊന്നും അല്ല ജയിലിൽ കിടക്കുന്നത്. എനിക്ക് സന്തോഷമാണ്, അവർ കിടന്നോട്ടെ എന്ന് വേണേൽ വിചാരിക്കാം. ഞാൻ അതല്ല, പട്ടിണിക്കാരാണ് പലരും എന്ന ബോധ്യമാണ് ഈ പാർട്ടി അവരെ തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിക്കാൻ കാര്യം. ഒരു ജോലിയും ചെയ്യാതെ കൂലി മേടിച്ച് കോടിക്കണക്കിന് രൂപ കയ്യിൽ മേടിച്ച് വെച്ച് അവർക്ക് ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ കുടുംബത്തിൽപ്പെട്ട ആളുകളെ, പാർട്ടി സഖാക്കളെ പാർട്ടി വികാരം ആളിക്കത്തിച്ച് ജയിലിൽ ഇടുമ്പോൾ അത് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മനസാക്ഷിയും മര്യാദയും ഇല്ലാത്ത ആളാണ് പിണറായി വിജയനും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ആളുകളും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഇടതുപക്ഷ സഹയാത്രികൾ അതിനൊപ്പം നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും മയപ്പെടുത്തിയെങ്കിലും നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സന്തോഷം. അതൊരു പ്രതീക്ഷയാണ്. ഇടതുപക്ഷം അതിൻ്റെ അവശിഷ്ടമെങ്കിലും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ്. CJയുടെ നിലപാടുകളാണെങ്കിലും പ്രേംകുമാറിൻ്റെ നിലപാടുകളാണെങ്കിലും ഇപ്പോൾ MA ബേബി പമ്മിയിരിക്കുകയാണ്. എനിക്ക് സഹതാപം തോന്നുകയാണ്. CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി വീണ വിജയന് വേണ്ടി, അവരുടെ ഒരു പാർട്ടിയുടെ അംഗം പോലും അല്ലാത്ത ആൾ, ജോലി ചെയ്യാതെ കൂലി മേടിച്ചു എന്ന് പകൽ പോലെ മാലോകർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യത്തിൽ ജയിലിൽ പോവുകയാണ്, അല്ലെങ്കിൽ അറസ്റ്റ് വരികയാണ്. എന്തൊരു വിരോധാഭാസമാണ്, എന്ത് അപഹാസ്യമാണ്. CPM എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്.